പൂരാടം നക്ഷത്രം. നക്ഷത്രക്രമത്തിൽ 20ാം സ്ഥാനമാണ് പൂരാടം നക്ഷത്രത്തിന് കൽപ്പിച്ചിരിക്കുന്നത്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച മിക്കവരും നേർത്ത നീണ്ട ശരീരം ഉള്ളവരായിരിക്കും. നീണ്ട ചെവികളും ചെറുതെങ്കിലും ഉജ്ജ്വലമായ കണ്ണുകളും ഉള്ള ഇവരുടെ നെറ്റി ഇടുങ്ങിയതും ഉദരം ഒതുക്കമുള്ളതും കൈകൾ നീണ്ടതും ആയിരിക്കും. ഈ വക ലക്ഷണ തികവിൽ ഇവരെ സൗന്ദര്യവാന്മാരെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. എന്നാൽ ഇവരുടെ സ്വഭാവത്തിനും മനോബലത്തിനും അനുസരിച്ചുള്ള ആരോഗ്യം മിക്കവാറും ഇവരിൽ കാണില്ല. ഇവരുടെ ജാതകത്തിൽ ആരോഗ്യപുഷ്ടികരങ്ങളായ ഗ്രഹസ്ഥിതി വിശേഷങ്ങളില്ലെങ്കിൽ ശാശ്വതമായ ഏതെങ്കിലും രോഗങ്ങളൊക്കെ അടിമപ്പെടാനും ഇടയുണ്ട്. വലിയ ധൈര്യശാലികളാണ് എന്ന് ഇവരെന്നെ തോന്നിപ്പിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഒരു വാശിയോ ആവേശമോ ഉണ്ടാകുന്നതുവരെ ഇവർ ഭീരുക്കളെ പോലെ ചഞ്ചല മനസ്കരായിരിക്കും. എത്ര തന്നെ നിസാരമായുള്ള ഇവരുടെ സ്വന്തം കാര്യത്തെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കാൻ പോലും ഇവർക്ക് ഒരു പക്ഷേ കഴിയാറില്ല. ഒരു മത്സരത്തിന് ഇടവരുമ്പോഴോ വാദപ്രതിവാദാദി മറ്റ് സംഭവങ്ങളെ കൊണ്ടോ ഒരു പ്രശ്നമുണ്ടായാൽ ഇവർ പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തുകയും അത് നടപ്പിലാക്കാനായി അത്യന്തം പരിശ്രമിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കാര്യമെന്തുമായിക്കോട്ടെ, ഒരു തീരുമാനം എടുത്താൽ പിന്നെ ഇവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും തന്നെ കഴിയില്ല. ഏത് കാര്യത്തിലും അനിതര സാധാരണമായ സാമർഥ്യം ഉള്ളവരായിരിക്കും പൂരാടം നക്ഷത്രക്കാർ. വെറും ശുദ്ധഹൃദയരാണ് ഇവരെങ്കിലും കോപമുണ്ടായാൽ പിന്നെ ആലോചന കൂടാതെ എന്തും പ്രവർത്തിക്കാനും ഇവർ മടിക്കാറില്ല. ഭാവനാസമ്പൂർണമായി എന്ത് കാര്യവും പറഞ്ഞു ഫലിപ്പിക്കാൻ തക്കവണ്ണമുള്ള സാമർഥ്യവും വാക്ചാതുര്യവും ഇവരുടെ സവിശേഷ ഗുണങ്ങളാണ്. തൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അങ്ങേയറ്റം വരെ വിമർശനം നടത്താനുള്ള ഇവരുടെ വൈദഗ്ധ്യവും ഒന്ന് വേറെയാണ്. ആരോടായാലും ശരി, വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടാൽ പിന്നെ അതിൽ തൻ്റെ അറിവ് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കാതെ തൻ്റെ ഭാഗത്തെ ന്യായം വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇവർക്ക് വാദത്തിൽ ജയിക്കണമെന്ന് മാത്രമായിരിക്കും ലക്ഷ്യം. മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർക്ക് ആരുടെയും ഉപദേശങ്ങൾ ഇഷ്ടമായിരിക്കില്ല. ഒരു വാക്കു പറഞ്ഞാൽ അത് പാലിക്കാനായി എന്ത് കഷ്ടനഷ്ടങ്ങൾ സഹിക്കാനും തയ്യാറാകുന്ന പൂരാട നക്ഷത്രക്കാർ ശരിക്കു പറഞ്ഞാൽ സത്യസന്ധരും ധാർമ്മിക ചിന്ത ഉള്ളവരും ആയിരിക്കും. പൊതുവെ പൂരാട നക്ഷത്രക്കാർ തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളവർ ആയിരിക്കില്ല. അതിനാൽ തന്നെ കൂടെയുള്ള നീർദോഷം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, സന്ധികൾക്ക് വേദന തുടങ്ങിയവ വന്നു ചേരാം. ജാതകപ്രകാരം ചന്ദ്രശുക്രന്മാർ അനിഷ്ടസ്ഥാനത്തിലാണെങ്കിൽ ഹൃദ്രോഗം, മലേറിയ തുടങ്ങിയവയും വന്നു ചേരാം. ഇങ്ങനെയാണ് കാര്യമെങ്കിൽ പോലും ഇവരുടെ അഭിമാനത്തിൽ സ്പർശിക്കുന്ന ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അപ്പോൾ കാണാം ഇവരുടെ ഉത്സാഹശീലം. സകല അസുഖങ്ങളും മറന്ന് അതിന് പരിഹാരം കാണാൻ രംഗത്തിറങ്ങുകയാകും ഇവർ ചെയ്യുക. മറ്റുള്ളവരെ വിശ്വസിച്ച് ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളിലും ഇവർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. കാരണം അത്തരം പ്രവർത്തനങ്ങളിൽ അപവാദത്തിനോ ആക്ഷേപത്തിനോ ഇവർ എളുപ്പം പാത്രീഭൂതരാകും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റുള്ളവരെ ആശ്രയിച്ചായിരിക്കും ഇവരുടെ ഭാഗ്യ പുരോഗതി അധികവും ഉണ്ടാവുക. സ്ഥിരമായ സുഹൃത്തുക്കളും ഇവർക്കുണ്ടാകാൻ പ്രയാസമാണ്. ഒരേ ലക്ഷ്യത്തിലിരുന്ന് സമാധാനമായും ക്ഷമയോടുകൂടിയും പരിശ്രമിക്കുകയാണെങ്കിൽ ഏത് കാര്യത്തിലും വിജയിക്കാൻ പൂരാട നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ്. പൊതുവെ എല്ലാ തൊഴിലിലും ശോഭിക്കാൻ ഇവർക്ക് കഴിയും. എങ്കിൽ കൂടി പൊതു കാര്യങ്ങളിലും വൈദ്യശാസ്ത്രപരമായ പ്രവർത്തനങ്ങളിലും കലാപരമായ കാര്യങ്ങളിലും വൈദഗ്ധ്യം നേടാൻ ഇവർക്ക് കഴിയും. പക്ഷേ വിദഗ്ധരായ ആളുകളുടെ നിയന്ത്രണം ഇല്ലെങ്കിൽ വ്യവസായ മേഖലയിൽ ഇവർക്ക് പരാജയമായിരിക്കും ഫലം. മാതാവിനെ കൊണ്ടും പിതാവിനെ കൊണ്ടുമുള്ള ഗുണങ്ങൾ താരതമ്യേന ഇവർക്ക് കുറവായിരിക്കുമെങ്കിലും സഹോദര ഗുണം ഇവർക്കുണ്ടാകും. ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തുഷ്ടികരമായിരിക്കും. എന്നാൽ വൈകിയുള്ളതോ മത്സരത്തോടു കൂടിയുള്ളതോ ആയ വിവാഹബന്ധത്തിനായിരിക്കും ഇവരിൽ അധികം പേരുടെയും യോഗം. ഭാര്യയോടൊപ്പം ഭാര്യ കുടുംബത്തെയും വളരെ കാര്യമായി നോക്കുമെന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഭാര്യയുമായി ചെറിയ കലഹങ്ങൾ ഉണ്ടാകാമെങ്കിലും ഇവർ ആനന്ദം കണ്ടെത്തുന്നത് ഭാര്യയോടൊപ്പമുള്ള നിമിഷങ്ങളിലായിരിക്കും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഗുണങ്ങളിൽ മിക്കതും ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ഗൃഹഭരണത്തിലും ഔദ്യോഗിക മണ്ഡലത്തിലും ശോഭിക്കാനും ഇവർക്ക് കഴിയും. തൻ്റെ വംശത്തിൽ വെച്ച് ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ഒരു ശ്രേഷ്ഠത്വവും ഇവർക്കുണ്ടായിരിക്കും. ആരോഗ്യവതികളായ ഇവർക്ക് സൗന്ദര്യവും പ്രകാശമേറിയ കണ്ണുകളും കൂടുതൽ ഭംഗി കൂട്ടുന്നു. പൂരാടം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് ഏകദേശം 10 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ബാലാരിഷ്ടത നിറഞ്ഞിരിക്കുന്നതായ സമയമാണ്.
10 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയവും അനിഷ്ടപ്രദമായിരിക്കുന്ന സമയം തന്നെയാണ്. 16 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണപ്രദമായിരിക്കുന്ന സമയമാണ്. വിദ്യാ പുരോഗതി, കുടുംബ ജീവിത വിജയം, തൊഴിൽ അഭിവൃദ്ധി, രാജകീയ ബഹുമാന സ്ഥാനലബ്ധി തുടങ്ങിയ സൽഫലങ്ങളെല്ലാം തന്നെ ഈ സമയത്തിന് അനുഭവമാകും. സ്ത്രീകൾക്ക് ഈ സമയത്തിനുള്ളിൽ തന്നെ വിവാഹ സാധ്യതയും കാണുന്നുണ്ട്. 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണദോഷ മിശ്രമായിരിക്കുന്ന സമയമാണ്. 33 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണം ചെയ്യുന്ന സമയമാണ്. 51 വയസ്സിന് ശേഷം 67 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം കുറെ കൂടി ഗുണം ചെയ്യുന്ന സമയമാണ്. ഈ സമയത്തിൽ നവീന ഗൃഹനിർമ്മാണ യോഗം, വാഹന ലാഭം, പുതിയ കാര്യാരംഭണം, പുണ്യസ്ഥല ക്ഷേത്ര ദർശന ഭാഗ്യം തുടങ്ങി അനവധി ഗുണങ്ങൾ അനുഭവമാകും. 67 വയസ്സിന് ശേഷം സമാധാനപൂർണമായ ജീവിതം കെട്ടിപ്പടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൂരാടം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികളുടെ പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ തിരുവോണം, ചതയം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളും കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളും പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം ചെയ്യുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇവർക്ക് ചന്ദ്രന്റെയും രാഹുവിന്റെയും ശനിയുടെയും ദശാകാലം പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന സമയമായതിനാൽ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ള പരിഹാരക്രമങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭരണി, പൂരം, പൂരാടം എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റ് ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണ്. പൂരാടം നക്ഷത്രവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ നടത്താവുന്നതാണ്. നക്ഷത്രത്തിന്റെ അധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളായ മഹാലക്ഷ്മി ഭജനം, ലളിതാ സഹസ്രനാമാർച്ചന തുടങ്ങിയ ശുഭകാര്യങ്ങളും ചെയ്യാവുന്നതാണ്. രാശിയുടെ അധിപനായ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്ന വിഷ്ണു പ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്നതും ഗുണം ചെയ്യും. പൂരാടം നക്ഷത്രത്തിന്റെ ജന്മവൃക്ഷം വന്യയാണ്. വാനരനാണ് മൃഗം. കോഴി, പക്ഷി, മനുഷ്യഗണം, പുരുഷയോനി. പൂരാടം നക്ഷത്രത്തിന്റെ ഭാഗ്യസംഖ്യ 6 ഭാഗ്യദിവസം വെള്ളിയാഴ്ചയാണ്. ഭാഗ്യദിക്ക് കിഴക്കാണ്. ഭാഗ്യനിറം വെള്ളയും മഞ്ഞയുമാണ്. അനുയോജ്യമായ രത്നം വജ്രമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തും.